السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന് മഗ്ഫിറത്തിനെ തേടലാണ്, മറ്റൊന്ന് മർഹമത്തിനെ തേടലാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനം, മർഹമത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത്, കാരുണ്യം. പാപമോചനം തേടുന്നത് യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. റഹ്മത്തിനെ തേടുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുമാണ്. ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ അയാൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മഗ്ഫിറത്തിനെ തേടിക്കൊണ്ടല്ലാതെ ഒരാൾക്ക് മർഹമത്തിനെ തേടുക സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ പാപമോചനത്തെയും കാരുണ്യത്തെയും സ്വർഗത്തെയും ഒക്കെ ചേർത്തു പറഞ്ഞത്. ഉദാഹരണത്തിന്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു വരൂ. അപ്പോൾ സ്വർഗം പറയുന്നതിന് മുമ്പായി പറഞ്ഞത് മഗ്ഫിറത്താണ്. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സൂറത്തുൽ ഹദീദ്. ആദ്യം പറഞ്ഞത് സൂറത്തു ആലു ഇംറാൻ. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു മുന്നോട്ട് വരും. അവിടെയും മഗ്ഫിറത്തിനാണ് മുൻഗണന, അത് കഴിഞ്ഞാൽ മർഹമത്താണ്, അഥവാ സ്വർഗമാണ്. സൂറത്തു അന്നൂർ, സൂറത്തു അന്നൂറിൽ കാണാം അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ. സൂറത്തുൽ അഹ്സാബിൽ, സൂറത്തു നൂറിലല്ല, സൂറത്തുൽ അഹ്സാബിൽ അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വ അജ്റൻ അളീമ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെയും അജ്റുൻ അളീമിന് മുമ്പായി പറഞ്ഞത് മഗ്ഫിറത്താണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മുൻഗണന കൊടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് മഗ്ഫിറത്തിനെ തേടുക എന്നത്. പാപമോചനം തേടണം റബ്ബിനോട് നിരന്തരമായി. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസം 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100-ലധികം തവണ പറഞ്ഞിരുന്നു ഒരു ദിവസം. ചില ഹദീസുകളിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സദസ്സിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ മജ്ലിസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അതിനേക്കാൾ കൂടുതൽ മഗ്ഫിറത്തിനെ തേടിയിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ടതില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ കർമ്മങ്ങളുടെ രേഖ മുന്നിൽ വെക്കപ്പെടുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ കൂടുതൽ കണ്ടവർക്ക് വിജയമുണ്ട്, മംഗളമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ കർമ്മത്തിൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടൽ കൂടുതലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വ്യക്തിക്ക് അല്ലാഹു അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. എന്ന് മാത്രമല്ല, പാപമോചനം സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിലകൊള്ളുന്നു എന്നത് മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒന്നാമത്തെ നബിയായ, ഒന്നാമത്തെ മനുഷ്യനായ, മനുഷ്യ സമൂഹത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അള്ളാഹു വിലക്കിയ കനിയിൽ നിന്നും ഇബ്ലീസിന്റെ പ്രേരണയാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കഴിക്കുകയുണ്ടായി.
അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ആ സമയത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസ്, അസ്ല്. സൂറത്തുൽ അറാഫിലെ 23 അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ പ്രാർത്ഥനയാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അള്ളാഹുവിൽ നിന്ന് ചില കലിമാത്തുകൾ പഠിച്ചുകൊണ്ട് ആദം നബി തൗബ ചെയ്തു എന്നാണ്. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏറ്റവും ആദ്യം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന മഗ്ഫിറത്തിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്, മർഹമത്തിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. കാരണം റബ്ബേ തെറ്റുപറ്റി, അതിനാൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, നീ മാപ്പാക്കി തരികയും വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്നതാണ് അതിൻ്റെ പൊരുൾ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാർത്ഥനകളിലും മഗ്ഫിറത്തിന്റെ കൂടെ മർഹമത്തിനെ കാണാൻ കഴിയും. സൂറത്തുൽ അറാഫിലെ 23 ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബി റളിയല്ലാഹു തആല അൻഹയും നടത്തിയ ദുആ കാണാം. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ അൻഫുസന, ഞങ്ങൾ സ്വന്തം നഫ്സിനോട് ദുൽമ് കാണിച്ചിരിക്കുന്നു, ഞങ്ങളോട് അക്രമം കാണിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ, പ്രയോഗം നോക്കൂ നിങ്ങൾ, ഇത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണിത്. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിലും, ലനകൂനന്ന, തീർച്ചയായും ഞങ്ങളായിത്തീരും, മിനൽ ഖാസിരീൻ, നഷ്ടം സംഭവിക്കുന്നവർ. അപ്പോൾ ഉറപ്പായിട്ടും നഷ്ടമാണ്. വലാസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞില്ലേ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിലായിരിക്കും എല്ലാവരും. എപ്പോഴേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ? അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടണം, പാപമോചനം കിട്ടണം, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കിട്ടണം, അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റ് ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ദുആകളിൽ കൊണ്ടുവരണം. നമ്മൾ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യുന്ന ഏത് സമയം തിരഞ്ഞെടുത്തുള്ള ദുആകളിലും അതാവാം. അതേപോലെ തന്നെ സുജൂദിൽ, ഖുർആനിലുള്ള ദുആകൾ സുജൂദിൽ ദുആ എന്നുള്ള നിലക്ക്, ഖിറാഅത്ത് എന്ന നിലക്കല്ല, ദുആ എന്നുള്ള നിലക്ക് സുജൂദിൽ, തശഹൂദിൽ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ, യാത്രകളിൽ, ഉംറക്കും ഹജ്ജിനും പോകുന്ന സന്ദർഭങ്ങളിൽ, അതേപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഖുർആനിൽ നിന്നുള്ള ദുആകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളാണത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ ഒന്ന് ഇതാണ്. ഖുർആനിലെ അധ്യായവും നമ്പറും നോട്ട് ചെയ്യുക. ഒന്ന് സൂറത്തുൽ അറാഫിലെ 23-ാമത്തെ ആയത്ത്. റബ്ബന വലംന അൻഫുസന, ഞങ്ങളോട് ദുൽമ ചെയ്തു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടം സംഭവിച്ചവരിൽ ഉൾപ്പെട്ടു പോകും. അതേപോലെ തന്നെ സൂറത്തു ഹൂദ് 11-ാം അധ്യായത്തിലെ 47-ാമത്തെ ആയത്തിൽ കാണാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകന് വേണ്ടി റബ്ബിനോട് വാദിച്ചപ്പോൾ, സ്വന്തം മകനെ കുറിച്ച് അവൻ എൻ്റെ കുടുംബക്കാരനാണ്, അവനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കളുടെ മകൻ താങ്കളുടെ കുടുംബക്കാരനല്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ കുടുംബം എന്ന് പറയുന്നത് ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ്. അതാണ് ശരിയായ ആലുകാർ അല്ലെങ്കിൽ അഹലുകാർ. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം റബ്ബിനോട് ദുആ ചെയ്തു. ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലി ബിഹി ഇൽമുൻ. അല്ലാഹുവേ, എനിക്കറിവില്ലാത്ത കാര്യം നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഞാൻ നിന്നോട് ചോദിച്ചത് തെറ്റായിപ്പോയി, അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അതുപോലുള്ള ഒരു ചോദ്യം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് റബ്ബേ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ഒരു കാര്യം, എന്ത്, സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിച്ചത്, സ്വന്തം മകനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അതൊരു തെറ്റായി പോയി എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നൂഹ് നബി പറയുകയാണ്, വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി, നീ എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, അഖും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ അതേ ദുആ എന്ന് പറഞ്ഞാൽ, സത്യനിഷേധികളാണെങ്കിൽ, അത് മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, ഇണകളാകട്ടെ, അവർ കാഫിറുകളാണ്, അള്ളാഹുവിലും പരലോകത്തിലും അവിശ്വസിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹിദായത്തിന് വേണ്ടിയല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ദുആ ഇല്ല. കാരണം അത് അള്ളാഹു ഖദറാക്കാത്ത കാര്യമാണ്. റബ്ബിൻ്റെ ആ നിലക്കുള്ള ഖദറുകളെ മാറ്റാൻ വേണ്ടിയുള്ള ദുആ നിർവഹിക്കാവതല്ല. അപ്പോൾ
നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും ദുആ ചെയ്യുന്നത് അതാണ്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, നമുക്കൊക്കെ എന്ത് അബദ്ധങ്ങൾ സംഭവിച്ചാലും എന്ത് തെറ്റുകൾ സംഭവിച്ചാലും നമുക്ക് റബ്ബിനോട് പറയാവുന്ന ഒരു വേർഡാണിത്, വഇല്ലാ തഗ്ഫിർലി, പടച്ചോനെ നീ പുറത്തു തരുന്നില്ലെങ്കിൽ. അതിന്റെ അർത്ഥം എന്താണ്? ഗഫൂർ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ നമ്മൾ അംഗീകരിക്കുന്നു. അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരുമില്ല എന്ന് നമ്മൾ അംഗീകരിക്കുകയാണത്. അത് റബ്ബിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. വതർഹംനി, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അർറഹ്മാനാണ്, റഹീമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. വേറെ ആരുടെയും റഹ്മത്ത് നമുക്ക് ഉപകാരപ്പെടില്ല എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അങ്ങനെ റബ്ബിനോട് പറയുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും, അതുകൊണ്ട് എനിക്ക് നിന്റെ മഗ്ഫിറത്താണ് വേണ്ടത്, നിന്നിൽ നിന്നുള്ള റഹ്മത്താണ് വേണ്ടത് എന്ന് നമ്മൾ ദുആ ചെയ്യണം. ഇത് സൂറത്ത് ഹൂദിലെ 47-ാമത്തെ ആയത്തിലാണ്. ഇനി സൂറത്ത് ആലു ഇമ്രാനിലെ 16-ാമത്തെ ആയത്തിലും 17-ാമത്തെ ആയത്തിലും നമുക്ക് കാണാം വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് അല്ലദീന യഖൂലൂന, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ഇത് റബ്ബ് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സിഫാത്താണിത്. മുഅ്മിനുകളിൽ കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലദീന യഖൂലൂൻ, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നന ആമന്ന, നിശ്ചയമായി ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ഏകത്വം അംഗീകരിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബന, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നോക്കൂ നിങ്ങൾ, മഗ്ഫിറത്ത് കഴിഞ്ഞ് ഉടനെ പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ്. കാരണം മഗ്ഫിറത്ത് ലഭിച്ചാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ക്വാളിറ്റി പറയുന്നത് അസ്സാബിരീന, അവർ ക്ഷമാലുക്കളാണ്, വസ്സാദിഖീന, സത്യം പറയുന്നവരാണ്, വൽ ഖാനിതീന, ധാരാളമായി അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, വൽ മുൻഫിഖീന, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഇസ്തിഗ്ഫാറിന് പറ്റിയ ഒരു സമയം കൂടി അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ആയത്ത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, ഈ തൗബ ചോദിക്കുന്നുണ്ടല്ലോ, ഈ ഇസ്തിഗ്ഫാറിനെ തേടുന്നുണ്ടല്ലോ, അതെപ്പോഴാണ്? ഏറ്റവും അഫ്ളലായ വഖ്ത് അള്ളാഹു പറയാണ് ബിൽ അസ്ഹാർ, സഹൂറിന്റെ സമയമാണ്, അത്താഴത്തിന്റെ സമയം. നോമ്പുകാർ അത്താഴം കഴിക്കുന്ന സമയം എപ്പോഴാണ്? ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം. ആ സമയത്ത് റബ്ബിനോട് കൈകളുയർത്തി റബ്ബേ നീ എനിക്ക് പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് മൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, അഗ്ഫിറു ലഹ്, ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്ന് പറയുന്ന സമയമാണത്. പടച്ചറബ് പറയാണ്, ഈ സമയത്ത് ഈ ടൈമിൽ ആരുണ്ട് ഇസ്തിഗ്ഫാറിനെ തേടാൻ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും എന്ന് റബ്ബ് ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിട്ട് പറയുമ്പോൾ ആ സമയത്തിന് വല്ലാത്തൊരു പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ തേടുമ്പോൾ, മർഹമത്തിനെ തേടുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സമയമാണ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. മറ്റൊരായത്തിൽ കാണാം വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിന്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാറിനെ തേടും. ഈ സമയത്ത് ദുആ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സൂറത്ത് ആലു ഇമ്രാനിലെ 147, നേരത്തെ പറഞ്ഞത് നോട്ട് ചെയ്യണം. സൂറത്ത് ആലു ഇമ്രാനിലെ 16-17 അതുള്ളത്. സൂറത്ത് ആലു ഇമ്രാനിലെ തന്നെ 147 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു, പ്രവാചകന്മാരെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും പറയാണ്, അവരുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. റബ്ബ് പറയാണ്, എന്താ അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബന ഗുഫിർ ലനാ ദുനൂബന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണമേ, വ ഇസ്റാഫനാ ഫീ അംരിന, ഞങ്ങളുടെ കാര്യങ്ങളിലെ ഇസ്റാഫുകൾ, അമിതത്വം എന്ന് പറഞ്ഞാൽ ചില തെറ്റുകൾ ധാരാളമായി ചെയ്യുന്നു ആളുകൾ. ചെറിയ തെറ്റല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്നവരുണ്ട്. ചില പ്രത്യേക പാപങ്ങളോട് കൂടുതൽ ശഹവത്തുള്ള ആളുകളുണ്ട്. അങ്ങനെ ചില ആളുകൾ ചില പാപങ്ങളിൽ അതിര് കവിയുന്നവരാണ്. ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയുമില്ലാതെ, ഒട്ടും കുറവ് വരുത്താതെ, തഖ്വയെക്കുറിച്ചോ തസ്കിയത്തിനെ കുറിച്ചോ ഉള്ള ഉപദേശങ്ങൾ ഒട്ടും ഫലം ചെയ്യാതെ നിരന്തരമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണേ. സ്വഹാബത്ത് ചോദിച്ചു, അതെന്താണ് നബിയെ? കാരണം അത് ചെറിയ പാപമായതിനാൽ നിങ്ങൾ അതിനെ അവഗണിക്കും, പക്ഷെ അത് കൂടുതൽ ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു ഉദാഹരണം അതിന് പറഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങളിൽ ഒരാൾ ഒരു യാത്രയിലായിരിക്കെ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കമ്പുമായി ഒരാൾ വന്നത് കത്തിച്ചാൽ ആ വെള്ളം തിളയ്ക്കൂല, ആ മാംസം വേവുകയില്ല. കാരണം എന്താണ്? ചെറിയൊരു കമ്പാണ്. പക്ഷേ ഒന്നും കൂടി കൊണ്ടുവന്നു, ഒന്നും കൂടി കൊണ്ടുവന്നപ്പോൾ ആ വിറകിന്റെ കൂമ്പാരം കൂടി,
അങ്ങനെ കത്തിച്ചാൽ അതൊരു വലിയ തീയായി മാറും, നിങ്ങളുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. ചെറിയ കമ്പായിരുന്നപ്പോൾ അത് നടക്കൂല, പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ അതെന്താകും? വലിയ വിറകിന്റെ ശേഖരമായി മാറും. അതുപോലെയാണ് ചെറിയ പാപങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ അത് വലിയ പാപമായി തീരും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് ഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അമിതമായി ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകളാകട്ടെ വലിയ തെറ്റുകളാകട്ടെ, റബ്ബേ നീ ഞങ്ങൾക്കത് പുറത്തു തരണമേ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ പാപങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനയും നമ്മൾ വിശദീകരിച്ചതാണ്. അത് അധികരിപ്പിക്കേണ്ട ഒരു സന്ദർഭവും സാഹചര്യവുമാണ് എന്നതുകൂടി നാം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ ദുആ, മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ഈ ഒരു ദുആ നോട്ട് ചെയ്യുക. സൂറത്ത് ആൽ ഇമ്രാൻ 147 ഈ വേർഡ്സുകൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതേപോലെ തന്നെ സൂറത്ത് ആൽ ഇമ്രാനിലെ തന്നെ 193 ആയത്ത്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാനിലേക്ക് വിളിക്കുന്ന ഒരാൾ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു, അഥവാ മുഹമ്മദ് നബി തൗഹീദിലേക്ക് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ പ്രവാചകനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അൻ ആമിനൂ ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു, അഥവാ അല്ലാഹുവിൽ. ഫആമന്ന, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ. നമ്മൾ നേരത്തെ പഠിച്ച ദുആയിലും നമ്മുടെ ഈമാൻ എടുത്ത് പറയുന്നത് കാണാം, റബ്ബന ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബന, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു പ്രവാചകൻ വന്ന് നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളുടെ തിന്മകളൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ, മറച്ചു വെക്കണേ. കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, ആരും അറിയാതെ. ഞങ്ങളുടെ സയ്യിആത്തുകൾ, ഞങ്ങളുടെ തിന്മകൾ, ഞങ്ങളുടെ പാപങ്ങൾ ആരും അറിയാതെ നീ അത് മറച്ചു വെച്ച് തരണേ റബ്ബേ. അതേപോലെ തന്നെ നീ ഞങ്ങൾക്കത് പുറത്തു തരികയും ചെയ്യണമേ. മനുഷ്യർ അറിയാതിരിക്കുക എന്നത് മാത്രമല്ല, സൃഷ്ടികൾക്കിടയിൽ വഷളാവാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. അങ്ങനെ സൃഷ്ടികൾക്കിടയിൽ ഞങ്ങൾ അപമാനിക്കപ്പെടരുത് റബ്ബേ, നിന്റെ മുന്നിലും ശിക്ഷ ലഭിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവരുത്. അതിനാണ് ആ പ്രാർത്ഥന ആ രൂപത്തിൽ തന്നെ പറഞ്ഞത്, ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളുടെ സയ്യിആത്തുകൾ, ദോഷങ്ങൾ, ദുസ്വഭാവങ്ങൾ, മോശമായ പെരുമാറ്റങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സയ്യിആത്ത് എന്ന് പറയുന്നത്. ധാരാളം വ്യാഖ്യാനിക്കേണ്ട ഒരു വേർഡാണ്, പക്ഷേ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ദുആ ചെയ്യുക. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ റബ്ബേ. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർ, നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ. ഇത് സൂറത്തു ആലു ഇമ്രാനിലെ 193 ആയത്താണ്. ഇതും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 155, സൂറത്തു അൽ അറാഫ് 155 കാണാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അതിൽ കാണാം അൻത വലിയുന. ആ ആയത്ത് മുഴുവൻ നിങ്ങൾ തഫ്സീർ എടുത്ത് നോക്കുക. എന്നാൽ നമ്മുടെ ദുആന്റെ ഭാഗം ഇതാണ്, അൻത വലിയുന, അല്ലാഹുവേ നീയാകുന്നു ഞങ്ങളുടെ വലി, നീയാകുന്നു ഞങ്ങളുടെ വലിയ രക്ഷാധികാരി. ഫഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വർഹംന, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. വഅൻത ഖൈറുൽ ഗാഫിരീൻ, നീ പാപങ്ങൾ പൊറുക്കുന്നവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ്. ഇത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. ഈ സിഫത്ത് എടുത്ത് പറയണം. ഖുർആനിലുള്ള ദുആന്റെ പ്രത്യേകത, അതിൽ ദുആയുടെ എല്ലാ സിഫാത്തുകളും ഒത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അല്ലാഹു അത് ഖബൂൽ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ദുആകളാണ് ഖുർആനിലുള്ളത്. കാരണം അതിൽ എങ്ങനെയാണോ ദുആ ചെയ്യേണ്ടത് അതിൻ്റെ ആദാബുകൾ ഉണ്ടാകും. അതിൽ പെട്ടതാണ് അല്ലാഹുവിൻ്റെ അസ്മാഉ വ സിഫാത്തുകളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യൽ. അതിവിടെ കാണാം. അതേപോലെ നമ്മുടെ ഈമാനിനെ മുൻനിർത്തിയിട്ടുള്ള ദുആ, അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ദുആകളിലൊക്കെ നമ്മളുടെ ഈമാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതേപോലെ അല്ലാഹുവിൻ്റെ അസ്മാഉ വ സിഫാത്ത് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും. അതുകൊണ്ട് ഈ ദുആ നോട്ട് ചെയ്യുക. സൂറത്തുൽ അറാഫ് 155, അൻത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. അതിനുശേഷമുള്ള ഭാഗവും പ്രത്യേകം നോട്ട് ചെയ്ത് ദുആ ചെയ്യണം. 156, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദ്നാ ഇലൈക. ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾക്ക് ഖൈർ വിധിക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ എന്ന ദുആയുടെ മറ്റൊരു വേർഷനാണിത്. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസനതൻ വഫിൽ ആഖിറ, ഈ ലോകത്തും ഞങ്ങൾക്ക് ഹസനത്ത്,
പരലോകത്തും ഹസനത്ത് നീ രേഖപ്പെടുത്തണേ റബ്ബേ. ഇന്നാ ഹുദ്നാ ഇലൈക്, ഞങ്ങൾ നിന്നിലേക്ക് ഇതാ സന്മാർഗം തേടി വന്നിരിക്കുന്നു, ഞങ്ങൾ സത്യവിശ്വാസവും ഹിദായത്തും സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ദുആ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിലെ 41 മറ്റൊരു മര്യാദ കൂടി അതിൽ കാണാം. സൂറത്ത് ഇബ്രാഹിം 41 ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആണ്. എന്താണ് ആ ദുആയിലുള്ളത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീന, മുഴുവൻ വിശ്വാസികൾക്കും, യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നിലവിൽ വരുന്ന ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മുഴുവൻ മുഅ്മിനുകൾക്കും നീ പുറത്തു തരണമേ. ഇവിടെ നമുക്കൊരു കാര്യം മാത്രം അറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അല്ലാഹു കോട്ട് ചെയ്തതാണ്. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ ഖൗല ഇബ്രാഹിമ ലഅസ്തഗ്ഫിറന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടാമെന്ന് ഇബ്രാഹിം നബി മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തിയ ദുആ എന്തല്ല, സ്വീകാര്യമല്ല. എപ്പോൾ നമുക്ക് ദുആ ചെയ്യാം, എന്നാൽ നമ്മുടെ പിതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂഹ് നബി മകന് വേണ്ടി ദുആ ചെയ്തപ്പോൾ അള്ളാഹു തിരുത്തിയതുപോലെ നമ്മുടെ മാതാപിതാക്കൾ കാഫിറുകളാണെങ്കിൽ, മുശ്രിക്കുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ദുആ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ദുആ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ ദുആകളിൽ ഈ വേർഡ് ഉൾപ്പെടുത്താം, നമ്മളുടെ മാതാപിതാക്കൾ മുഅ്മിനുകളാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെക്കേണ്ടുന്ന ഒരു വേർഡ്സ് ആണ്. റബ്ബന ഗഫിർലി, ഞങ്ങളുടെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, പിന്നെയോ വലിൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ ജമീഉൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനുകൾക്കും, നമ്മളിലേക്ക് മാത്രം ഒതുങ്ങാതെ എല്ലാവർക്കും വേണ്ടി മഗ്ഫിറത്തിനെ തേടുക. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നിലവിൽ വരുന്ന ദിവസം റബ്ബേ നീ പുറത്തു തരണമേ എന്ന് ഇബ്രാഹിം നബി നടത്തിയ ദുആ സൂറത്ത് ഇബ്രാഹിം 41. സൂറത്തുൽ മുഅ്മിനൂൻ 109, സൂറത്തുൽ മുഅ്മിനൂൻ 23-ാം അധ്യായം 109 കാണാം, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ദുആകളാണിത്. എൻ്റെ അടിമകളിൽ ഒരു സംഘം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പ്രാർത്ഥന? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നമ്മുടെ ഈമാനിനെ, നമ്മുടെ സൽക്കർമ്മങ്ങളെ എന്ത് ചെയ്യണം? വസീലയാക്കിക്കൊണ്ട് ദുആ ചെയ്യണം. ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വർഹംന, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. വ അൻത ഖൈറുർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ് റബ്ബേ. നേരത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താണ്? വ അൻത ഖൈറുൽ ഗാഫിരീൻ. ഇവിടെ പറയുന്നത് വ അൻത ഖൈറു അർറാഹിമീൻ. ഇതൊക്കെ റബ്ബിന് ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്. ഈ സിഫാത്തുകൾ വെച്ച് നാം മഗ്ഫിറത്തിനെ തേടണം, മർഹമത്തിനെ തേടണം. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിലെ തന്നെ 118 കാണാം, വഖുർ റബ്ബി ഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ. അള്ളാഹു പറയാണ്, ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ നബിയെ പറയൂ. എന്താ പറയേണ്ടത്? റബ്ബി ഗഫിർ, എൻ്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ. വർഹം, അല്ലാഹുവേ കരുണ കാണിക്കണേ. വ അൻത ഖൈറുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവനാണ്. രണ്ട് ദുആ കൂടി കാണാം. സൂറത്തു തഹ്രീമിലെ 8, സൂറത്തു അത്തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബന അത്മിം ലനാ നൂറന. ഇത് പരലോകത്തുള്ള ഒരു ദുആ ആണ്, ഈ ദുനിയാവിലും ഇത് ദുആ ചെയ്യാം. റബ്ബന അത്മിം ലനാ നൂറന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം, ഈമാനിന്റെ പ്രകാശം, തൗഹീദിന്റെ പ്രകാശം പൂർത്തിയാക്കി തരണേ. വഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ, നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം, ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളുടെ പ്രകാശത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണം എന്ന് നമ്മൾ ദുആ ചെയ്യണം. അവസാനത്തെ സൂചിപ്പിക്കാനുള്ള ദുആ മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹിലെ 28 അത് കാണാം. അവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബി ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. നമ്മളെപ്പോൾ മഗ്ഫിറത്തിനെ തേടുന്നുവോ നമ്മളുടെ ഉമ്മാനെയും ഉപ്പാനെയും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. വലതുന്ന സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരാണ് സ്വാലിഹീങ്ങളായ മക്കൾ എന്നാണ്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വിലക്കുകളില്ലാത്ത കാലത്തോളം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് സ്വാലിഹീങ്ങളായ മക്കൾ.
അങ്ങനെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നത് അവരുടെ സ്വലാഹിയത്തിലെ കുറവാണ്. നല്ല മക്കൾ ഏറ്റവും ആദ്യം പരിഗണിക്കുക അവരുടെ ഉമ്മയെയും ഉപ്പയെയുമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഖബറിലും അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇൻഖത അമലുഹു, അമലൊക്കെ മുറിഞ്ഞുപോയി, ഇല്ലാ മിൻ സലാസ് എന്നാണ്. 3 അമല് മുറിഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഖബറിൽ വെച്ചും അമല് ചെയ്യുന്ന അതേ ഫലം കിട്ടും. എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പയുടെ അമലിൽ കുറവുണ്ട്, നമ്മുടെ ഉമ്മയുടെ അമലുകളിൽ കുറവുണ്ട്, നമുക്ക് എങ്ങനെയാണ് അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുക? മക്കൾക്ക് മാത്രമാണ് അത് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് പറ്റും അത് പരിഹരിച്ചു കൊടുക്കാൻ. എങ്ങനെയാണ്? അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ, അള്ളാഹുവേ എൻ്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദറജകൾ ഇങ്ങനെ കാണിക്കുന്നതാണ്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിലെ സീറ്റ് കാണിച്ചു കൊടുക്കും. അപ്പൊ രാവിലെ കണ്ട സീറ്റല്ല വൈകുന്നേരം കാണുന്നത് ഉമ്മ. ശരിക്കും ശ്രദ്ധിക്കുക, ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയാണ്. രാവിലെ കണ്ട സീറ്റല്ല ഉമ്മ വൈകുന്നേരം ആവുമ്പോ കാണുന്നത്, അല്ലെങ്കിൽ ഉപ്പ. അപ്പൊ ചോദിക്കും, പടച്ചോനെ ഇതെങ്ങനെ, ഈ ദറജ എങ്ങനെ കൂടി? ബിസ്തിഗ്ഫാരി വലദിക്കുമാ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, ഈ ഇസ്തിഗ്ഫാർ അനുസരിച്ച് ദറജ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അത്രയും വലിയൊരു സേവനാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യണം, റബ്ബി ഗഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണം, വലിവാലിദൈ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്ക റബ്ബേ, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിയായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ പ്രവേശിച്ച, എൻ്റെ കപ്പലിൽ കയറിയ, അതേപോലെ തന്നെ ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസിനികൾക്കും, നോക്കൂ നിങ്ങൾ ആ വിശാലമായ ആ ഒരു കാഴ്ചപ്പാട്, ലോകത്തിലെ മുഴുവൻ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹുവേ നീ പുറത്തു തരണമേ, വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ, ബാലിമീങ്ങൾക്ക് നാശനഷ്ടമല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ റബ്ബേ. അപ്പൊ ഈ ഒരു ദുആ സൂറത്തുൻ നൂഹ് 28. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളിലെ പ്രധാനപ്പെട്ട 2 കണ്ടന്റാണ് ഇത്. ഹദീസിലുള്ള ദുആകളിലും നമുക്ക് കാണാം, മഗ്ഫിറത്തിനെ തേടുക, മർഹമത്തിനെ തേടുക. അതിലുള്ള ദുആകളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഈ അധ്യായങ്ങളിലും ആയത്തുകളിലും ഉള്ളത്. ഇത് നോട്ട് ചെയ്യുക, പഠിക്കുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും പണ്ഡിതന്മാർക്കും സകല വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഷഹാദത്തിൻ്റെ കൂലി നൽകട്ടെ. സ്വർഗത്തിൽ ഉയർന്ന ദർജ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ഉയർന്ന ദർജകളിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലുമൊക്കെ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന സാലിഹ്യങ്ങളായ കുടുംബങ്ങളാക്കി നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി